ഓം ശുക്ലാം വരദരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഓം ശാന്താകാരം ഭുജഗശയനം പദ്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗവിധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭഗവൈരം സർവലോകൈകനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഗീതയിലെ 12-ാം അധ്യായം ഭക്തിയോഗത്തിലെ 18-ാമത്തെ ശ്ലോകം തൊട്ടാണ് നമുക്ക് നോക്കേണ്ടത്. സമോ ശത്രൗച മിത്രേച തഥാ മാനാപമാനയോ ശീതോഷ്ണ സുഖദുഃഖേഷു സമസംഗ വിവർജിതഃ തുല്യനിന്ദാ സ്തുതിർമൗനി സന്തുഷ്ടോ യേന കേനചിത് അനികേത സ്ഥിരമതിർ ഭക്തിമാൻ മേ പ്രിയോ നരഃ. സമൗ ശത്രൗ ച മിത്രേ ച തഥാ മാന അപമാനയോ ശീതോഷ്ണ സുഖദുഃഖേഷു സമസംഗ വിവർജിതഃ തുല്യനിന്ദാ സ്തുതിർമൗനി സന്തുഷ്ടോ യേന കേനചിത് അനികേത സ്ഥിരമതിർ ഭക്തിമാൻ മേ പ്രിയോ നരഃ. ശത്രുവിലും മിത്രത്തിലും അതുപോലെ മാനത്തിലും അപമാനത്തിലും സമഭാവനയുള്ളവരും തണുപ്പ്, ചൂട്, സുഖം, ദുഃഖം എന്നിവയിൽ സമചിത്തനായിരിക്കുന്നവനും ഒന്നിനും ആസക്തിയില്ലാത്തവനും നിന്ദയും സ്തുതിയും തുല്യമായി കരുതുന്നവനും മൗനമായിരിക്കുന്നവനും അഥവാ മനനശീലമുള്ളവനും കിട്ടുന്നതുകൊണ്ട് സന്തുഷ്ടനായിരിക്കുന്നവനും ഒരിടത്തും സ്ഥിരവാസമില്ലാത്തവനും സ്ഥിരചിത്തനും എന്നിൽ മനസ്സ് സ്ഥിരമായി നിർത്തുന്നവനും ഭക്തിമാനായ മനുഷ്യൻ എനിക്ക് ഏറ്റവും പ്രിയനാകുന്നു. അപ്പം മനുഷ്യജന്മത്തിന്റെ പരമമായ ഉദ്ദേശ ലക്ഷ്യം കൂടി ഇവിടെ എടുത്തു പറയാം. എത്തരത്തിലുള്ള അല്ലെങ്കിൽ എപ്രകാരം ജീവിക്കുന്ന മനുഷ്യനാണ് ഭഗവാൻ ഏറ്റവും പ്രിയം? ആ മനുഷ്യനിൽ ഉണ്ടായിരിക്കേണ്ട സ്വഭാവ ഗുണം എന്താണ്? അതൊക്കെ ഇതിനു മുമ്പും പറഞ്ഞു. പക്ഷെ ഇവിടെ മനുഷ്യൻ, ഭക്തനായ മനുഷ്യൻ എനിക്ക് ഏറ്റവും പ്രിയം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ധർമ്മം എന്താന്ന് കൂടി ഇതുവരെയുള്ള ശ്ലോകങ്ങളിലൂടെ പറഞ്ഞു ഭഗവാൻ. അപ്പൊ അതുകൊണ്ട് ആ ധർമ്മത്തിനനുസരണമായിട്ട് ഈശ്വര ശക്തിയെ ആശ്രയിച്ചുകൊണ്ട് ഈശ്വരീയമായ ശക്തിയെ യഥാവിധി ഉപയോഗിക്കുന്നവനാണ് യഥാർത്ഥ മനുഷ്യൻ. നമ്മൾ ഈ ഭൗതികതയിൽ മാത്രം സ്വാർത്ഥ താല്പര്യം കൊണ്ട് കിട്ടിയിരിക്കുന്ന ശക്തിയെ പോലും അവബോധമില്ലാതെ അവിദ്യാദി ദോഷങ്ങളെ കൊണ്ട് താപത്രയങ്ങളിലും ബന്ധനത്രയങ്ങളിലും മുങ്ങിപ്പൊങ്ങി കഴിയാനല്ല മനുഷ്യജന്മം തന്നിരിക്കുന്നത്. എന്റെയും നിന്റെയും, ഞാനും നീയും എന്നുള്ള ഭാവം വന്നാൽ തന്നെ അവിടെ ശത്രുത മിത്രത ഒക്കെ വരും. നമുക്ക് ഇഷ്ടമുള്ളവരോട് മിത്രതയും ഇഷ്ടമില്ലാത്തവരോട് ശത്രുഭാവവും. അത് ഏത് തരത്തിലുള്ള ബന്ധം ഉണ്ടായിക്കോട്ടെ, ആത്മബന്ധം കൊണ്ടോ നക്ഷത്രബന്ധം കൊണ്ടോ രക്തബന്ധം കൊണ്ടോ നമ്മൾ ഏതെങ്കിലും തരത്തിൽ ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ബന്ധനങ്ങളായി മാറാൻ കാരണം ഈ ശത്രുപക്ഷത്തിലും മിത്രപക്ഷത്തിലും വ്യത്യസ്തമായ രീതിയിൽ പെരുമാറുന്നത് കൊണ്ടാണ്. അതേപോലെ മാനത്തിലും അപമാനത്തിലും നമുക്ക് ഏതെങ്കിലും തരത്തിൽ അഭിമാനം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കും. എന്താണ് ശരിക്കും അഭിമാനം? ഈശ്വരന്റെ പ്രീതി നേടുന്ന ഒരു ഭക്തനുള്ളിടത്തോ അഭിമാനം മറ്റൊന്നിലും കിട്ടുന്നത് അഭിമാനം ശാശ്വതമാണ്. ഞാൻ ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനാണെന്ന് പറയുന്നതിലുള്ള അഭിമാനമായിരിക്കണം ഏറ്റവും വലിയ നമ്മുടെ അഹങ്കാരമായിട്ട് മാറേണ്ടത്. അതും അഹങ്കാരം എന്ന് പറഞ്ഞാൽ അഹംബോധത്തെ ഉളവാക്കുന്ന ബോധം, അല്ലാതെ അതിൽ മതിക്കുന്ന ബോധത്തെ അല്ല ഇവിടെ അഹങ്കാരം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം യഥാർത്ഥത്തിൽ ഇനി അഥവാ നിങ്ങൾക്ക് മാനാഭിമാനങ്ങളിൽ വിശ്വാസമുണ്ടെങ്കിൽ തന്നെ ഞാൻ ഭഗവാന്റെ ഗുരുവായൂരപ്പന്റെ ഒരു ഭക്തനാണെന്ന് പറയുന്നതിൽ അഭിമാനമുള്ളവരായിരിക്കണം. അത് മഹാഭാഗ്യമായി കരുതണം. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ളവന് ഈ പറയുന്ന ഭൗതികമായിട്ട് നമ്മുടെ ഈ പറയുന്ന 3 തരത്തിലുള്ള ബന്ധനങ്ങളോ ബന്ധുക്കളോ ഉണ്ടെങ്കിൽ വേണ്ടില്ല, ഇവരൊക്കെ ഏതെങ്കിലും തരത്തിൽ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ പെരുമാറിയാൽ അവർ നമ്മളെ മാനിച്ചുകൊണ്ട് നടക്കും. അഥവാ അവർക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും കാര്യം പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ അവരെ അപമാനിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ പറ്റി ദേഷിക്കുക, മറ്റുള്ളവരോട് നമ്മളെ പറ്റി ഇല്ലാത്ത വചനങ്ങൾ ചെയ്തത് പറഞ്ഞാലും തെറ്റില്ല, പക്ഷെ ചെയ്യാത്തതും കൂടെ പറയും, മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ പറയും. ഇതൊക്കെ അപമാനമായിട്ട് മാറുക. അപ്പൊ നമുക്ക് അപമാനം
ഇല്ലാതെ മാനത്തിൽ മാത്രം നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ലോകസേവാർത്ഥം പ്രവർത്തിക്കുകയും അതിൽ നിന്ന് എന്ത് വിഗതികളും യഥാർത്ഥത്തിൽ മനസ്സിലാക്കാത്തവർ ചിലപ്പോൾ പലതും തോന്നി ഇതൊക്കെ പറഞ്ഞു എന്നിരിക്കും. ആർക്കും ഏത് വിഷയത്തിലും എന്ത് വേണമെങ്കിലും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അത് നല്ലതോ ചീത്തയോ പറയാം. അപ്പം അത് ഒരു പക്ഷേ നമ്മളെ മാനിക്കുന്നതാകാം, അപമാനിക്കുന്നതാകാം. അത് ശത്രുപക്ഷത്തുള്ളവർ നമ്മളെ അപമാനിച്ചു എന്നിരിക്കും, മസാല ചേർത്ത് പറഞ്ഞുകൊണ്ട് നമ്മളെ അപമാനിക്കാൻ ശ്രമിച്ചു എന്നിരിക്കും. മിത്രപക്ഷത്തിലുള്ളത് നമ്മളെ മാനിക്കാൻ ശ്രമിച്ചു എന്നിരിക്കും. അപ്പം ഈ രണ്ട് ഭാവം വന്നാലും വേണ്ടില്ല, അവിടെയൊക്കെ സമചിത്തതയോടെ സമഭാവനയോടെ നിഷ്പക്ഷമായിട്ട് നിൽക്കാൻ സാധിക്കണം. ഇത് പ്രകൃതിയുടെ സ്വഭാവമാണ്. ഈ ശത്രുപക്ഷവും രണ്ടായിട്ട് കാണുകയും രണ്ട് തരത്തിൽ പെരുമാറുകയും എന്നൊക്കെ പറയുന്നത് പ്രകൃതിയുടെ സ്വഭാവം. അതുകൊണ്ട് അതൊന്നും നമുക്ക് പൂർണ്ണമായിട്ട് എല്ലാ കാലത്തും എല്ലാവരും എന്നെ മാനിച്ചുകൊണ്ട് നടക്കണം എന്ന് പറഞ്ഞാലൊന്നും നടക്കില്ല. അത് സാധ്യവുമല്ല. നമ്മുടെ കുടുംബത്തിൽ തന്നെ ശ്രദ്ധിച്ചാൽ അറിയാം. നമ്മുടെ കുടുംബത്തിലെ അടുത്ത ബന്ധുക്കൾ പോലെ നമ്മളെ ചിലർ നന്നായിട്ട് മാനിച്ചു എന്നിരിക്കും, നമ്മളെ ശരിക്കും മനസ്സിലാക്കുന്ന നമ്മളെ മാനിച്ചു എന്നിരിക്കും. അതേ ആള് തന്നെ ചിലപ്പം അവസരോചിതമായിട്ട് ചിലപ്പോൾ അവർക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും സംഭവിച്ചാൽ അപ്പം അപമാനിച്ചു എന്നിരിക്കും. ഇതെല്ലാം പഴയതെല്ലാം മറന്നിട്ട് ഒക്കെ അപമാനത്തിന് ദുഷ്കീർത്തിക്ക് കാരണമായിട്ട് ഭവിക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെയൊക്കെ സമഭാവന നിലനിർത്തണം. അത് തന്നെയാണ് ഇതിനു മുമ്പ് സമദുഃഖേ സുഖേ ദുഃഖേ സമദുഃഖ ലാഭാലാഭവും സദാ എന്ന് പറഞ്ഞതുപോലെ ഇതിനു മുമ്പ് 2-ാം അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. സുഖദുഃഖേ സമയകൃത്വ ലാഭാലാഭോ ജയാജയോ തതോ യുദ്ധായ യുജ്യസയോ സമത്വം യോഗത ഉച്ചത എന്നൊക്കെ ഇതിനു മുമ്പ് പറഞ്ഞു. അപ്പൊ സമഭാവന നിലനിർത്തുമ്പോഴാണ് നമുക്ക് പ്രകൃതിയിലുണ്ടാകുന്ന വകഭേദങ്ങളിലെ കാലാവസ്ഥയിലോ ഇല്ലെങ്കിൽ അത്തരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെ പോലും സമഭാവനയോടെ കാണുക. കാരണം പ്രകൃതിയുടെ സ്വഭാവത്തെ അതിജീവിക്കാനും നമുക്ക് സാധ്യമല്ല. അതൊക്കെ വരുന്നതനുസരിച്ച് സഹിക്കുക നിവൃത്തിയുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. തണുപ്പ്, ചൂട്, സുഖം, ദുഃഖം എന്നിവയിൽ സമചിത്തനായിരിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നിലും ആസക്തി ഇല്ലാതിരിക്കുകയും നിന്നയും ആരെങ്കിലും നിന്ദിച്ചാലും ആരെങ്കിലും സ്തുതിച്ചാലും ഒക്കെ തുല്യമായിട്ട് കരുതണം. കുറേശ്ശെ മൗനശീലം പാലിക്കണം. അപ്പോഴേ മനനം ചെയ്യാനുള്ള ശക്തി വർദ്ധിപ്പിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചു കാലം ഈ ജ്ഞാനമൊക്കെ നേടിയാലും, അത് ഇതിനു മുമ്പ് ഭക്തിയോഗത്തിൽ തന്നെ ഭഗവാൻ പറഞ്ഞല്ലോ എന്താണ് ശ്രേഷ്ഠം. ആ ജ്ഞാനം ലഭിച്ചാലും അതേപ്പറ്റി ചിന്തിക്കുകയും കൂടെ വേണം. അതിൽ നിന്ന് ചിലതൊക്കെ നമ്മൾ സ്വന്തമായിട്ട് കണ്ടെത്തണം. അപ്പൊ മനനം കൂടെ ചെയ്യണം. നമ്മളിപ്പോൾ പഠിച്ച കാര്യങ്ങളെ പറ്റി ഇതെങ്ങനെ എനിക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും എന്നുള്ള ചിന്തനം മനനമായിരുന്നുകൊണ്ട് തന്നെ രഹസ്യമായിട്ട് അവരവർ തന്നെ കണ്ടെത്തണം. അതേപ്പറ്റി എങ്ങനെ ചിന്തിക്കണം, നമ്മുടെ സ്വഭാവം വെച്ചുകൊണ്ട് നമ്മുടെ കർമ്മവാസനകൾ വെച്ചുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ ഭഗവാന്റെ പ്രീതി നേടണം, ഭഗവാന്റെ ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യനായിട്ട് മാറുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സ്വഭാവത്തിൽ എന്തൊക്കെ മാറ്റം വരുത്തണം, എന്താണ് എനിക്ക് നെഗറ്റീവായിട്ടുള്ളത് അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ളത്, ഇത് കണ്ടെത്തിക്കൊണ്ട് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ അതിന് ശരിക്കും മനനം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, ചിന്തിക്കുക, ധ്യാനിക്കുക എന്നൊക്കെ പറയുന്നതാണ്. അപ്പൊ കുറേശ്ശെ മൗനശീലം അങ്ങോട്ട് വരുത്തണം. എപ്പോഴും വാദോരാതെ സംസാരിച്ചുകൊണ്ട് നടക്കല് അല്ല ശ്രേഷ്ഠത എന്ന് പറയുന്നത്. ആവശ്യമുള്ള കാര്യങ്ങൾ ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ളതുപോലെ കൃത്യമായിട്ട് പറയാനും സാധിക്കണം. ആ വാക്കുകളെ ശുദ്ധമായിട്ട് ഉപയോഗിക്കണം. അപ്പൊ അതിന് മനസ്സുകൊണ്ട് ചെയ്യേണ്ട ഒരു തപസ്സാണ് മനനം. അപ്പൊ കുറേശ്ശെ മൗനശീലവും കൂടെ ശീലിക്കുന്നത് നല്ലതാണെന്നർത്ഥം. അപ്പോൾ മാത്രമേ ഈ മനനശീലം നമുക്ക് അത് ചിന്തിക്കാനുള്ള ചിന്താശക്തിയെ വേണ്ട വിധത്തിൽ യൂട്ടിലൈസ് ചെയ്യും. ചിന്തനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, തിരമാലകൾ പോലെ ഒന്നിനു പുറകെ ഒന്നായിട്ട് വരും. അതിനെ നിയന്ത്രിച്ചുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള വിഷയങ്ങൾ ചിന്തിക്കാൻ സാധിക്കണം. അതിന് മനനം കുറേശ്ശെ ശീലിക്കണം. പിന്നെ നമ്മളിപ്പോൾ ഉറക്കെ സ്വയം കേൾക്കാവുന്ന ശബ്ദത്തിൽ നാമം ജപിക്കണം എന്ന് പറഞ്ഞു. ഒരു ഘട്ടത്തിൽ മനനം ചെയ്യാൻ സാധിക്കണം. ഇപ്പൊ സഹസ്രാമം തന്നെ മുഴുവൻ മൗനമായിരുന്നു കൊണ്ട് മനനം ചെയ്തുകൊണ്ട് ജപിക്കാൻ സാധിച്ച, അതാണ് നമ്മുടെ മനസ്സ് ഏകാഗ്രമാകുമ്പോഴാണ് അത് സാധിക്കുക. അപ്പൊ മനഃശീലം ഭക്തിയുടെ ഒരു പ്രഭാവത്തെ ഉളവാക്കുന്നതാണ്. ഭഗവാൻ തന്നെ ഇതൊന്നും പറയുന്നത് മൗനമായിട്ട് തന്നെയാണ്. യഥാർത്ഥത്തിൽ ഭഗവാനെ മനസ്സിലാക്കിയാൽ നമുക്ക് ജ്ഞാനം ഉദിക്കുന്നതും മനന പ്രക്രിയയിലൂടെയാണ്. മനസ്സിനോട് താതാത്മ്യമുണ്ടായാൽ ആ മനസ്സിലുള്ള അറിവ് സിക്സ്ത് സെൻസ് യഥാർത്ഥത്തിൽ തുറന്നാൽ അതിലൂടെ തന്നെ കമ്മ്യൂണിക്കേഷൻ നടക്കുവാൻ. രമണ മഹർഷിയെ പോലെയുള്ളവരുടെ മുമ്പിൽ ചെന്ന് നമ്മൾ ദർശനം നടത്തിയാൽ തന്നെ കുറച്ചു നേരം അദ്ദേഹത്തിന്റെ റേഞ്ചിനുള്ളിൽ ഇരുന്നാൽ തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് നമ്മളിലേക്ക്, നമ്മളുടെ മനസ്സിലുള്ളത് അദ്ദേഹത്തിലേക്കൊക്കെ പോകുന്ന ഒരു ചരിത്രമൊക്കെ നമുക്ക് രമണ മഹർഷിയുടെ ആത്മകഥയൊക്കെ പഠിച്ചാൽ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന അർത്ഥം. അപ്പം മനനം എന്ന് പറയുന്നത് തന്നെ ഈശ്വര ശക്തിയുടെ ഏറ്റവും വലിയൊരു ശ്രേഷ്ഠത നമുക്ക് നിലനിർത്താൻ സാധിക്കും. മനസ്സിന്റെ ശക്തിയെ ക്രോഡീകരിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര ദൂരെ ഇരിക്കുന്നവരായിട്ട് വേണമെങ്കിലും കമ്മ്യൂണിക്കേഷൻ നടത്താവുന്നതാണ്.
അതാണ് അതിന്റെ ശ്രേഷ്ഠത. അപ്പൊ മനനശീലം കൊണ്ടേ അത് സാധിക്കും. മനസ്സിനെ ഏകാഗ്രമാക്കി എടുക്കണം എന്നർത്ഥം. പിന്നെ എന്തൊക്കെ ഭൗതികമായിട്ട് ഇഷ്ടഭോഗങ്ങളെ കിട്ടിയാൽ അവിടെയൊക്കെ കിട്ടുന്നതിലും സന്തുഷ്ടനായിരിക്കണം. ഒരിടത്തും സ്ഥിരവാസമില്ലാത്തവനാണ് ഭക്തൻ എന്നാ പറയുന്നത്. ഒരിക്കലും എവിടെയൊക്കെ ആവശ്യമുണ്ടോ അവിടെയൊക്കെ എത്തുന്നവനായിരിക്കും ഭക്തൻ. ഒരിടത്തും സ്ഥിരമായിട്ട്, നമുക്ക് സ്ഥിരമായിട്ട് ഞാൻ ഇവിടെ കിടന്ന് മരിക്കണം, ചിലർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാണാൻ പാടില്ലേ, ഞാൻ മരിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ കിടന്ന് മരിക്കണം എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ മക്കൾ വിളിച്ചാലോ ആരും വിളിച്ചാലോ ഒറ്റയ്ക്ക് താമസിക്കുന്നവരെ നമുക്ക് കാണാം, വയസ്സായവരെ. ഇവിടെ വിട്ടു പോവില്ല. എന്ത് പ്രകൃതി ദുരന്തം ഉണ്ടായാൽ പോലും റെസ്ക്യൂ പാർട്ടി അവരെ രക്ഷപ്പെടുത്താൻ ചെന്നാൽ പോലും രക്ഷപ്പെടാതെ അവിടെ കിടന്ന് മരിച്ച കഥ നമുക്ക് ഈ കഴിഞ്ഞ പ്രളയത്തിൽ തന്നെ സംഭവിച്ച കഥകൾ, നേരിട്ട് ഉള്ള വാർത്തകൾ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടാ? അപ്പം നമ്മള് ഇന്നലെ നാളെ ഈ ശരീരം ധരിച്ചു പോകേണ്ടവരാ. നമ്മൾ സ്വന്തമായിട്ട് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അവകാശം പറഞ്ഞുകൊണ്ടോ ഇല്ലേ എന്ന ആധാരം എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് ഇതൊന്നും നമ്മുടെ സ്വന്തമല്ല. ഇതൊക്കെ പ്രകൃതിയിലേക്ക് നിന്ന് കിട്ടി, പ്രകൃതിയിലേക്ക് തന്നെ ലയിക്കേണ്ടതാ. അപ്പം ഒരിടത്തും സ്ഥിരവാസം ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നാൽ മനസ്സുകൊണ്ട് ഭഗവാനിൽ സ്ഥിരചിത്തനായിരിക്കുകയും വേണം. രണ്ട് കാര്യം എപ്പോഴും, നിങ്ങൾ എവിടെയൊക്കെ സഞ്ചരിച്ചാലും സ്ഥിരമല്ലാതെ എവിടെ ശരീരം കൊണ്ട് എവിടെയൊക്കെ പോയാലും വേണ്ടില്ല, മനസ്സെപ്പോഴും ഭഗവാനിൽ ഉറച്ചതായിരിക്കും. അതാണ് ഭക്തന്റെ ഏറ്റവും വലിയ ലക്ഷണം. എന്നിൽ മനസ്സിനെ സ്ഥിരമായി നിർത്തുക വേണം. സ്ഥിരവാസം ഇല്ലാത്തവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഈ കടുംപിടുത്തം പിടിച്ചുകൊണ്ട് നിർബന്ധ ബുദ്ധിയാൽ ഒരിടത്ത് മാത്രം കഴിയുക, അവിടെ മാത്രമാണ് നമ്മുടെ ആശ്രയസ്ഥാനം എന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്നത് യഥാർത്ഥ ഭക്തന്റെ ലക്ഷണമല്ല എന്നാണ് ഭഗവാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ശങ്കരാചാര്യര് എവിടെ പോയാലും വേണ്ടില്ല ഒരിടത്ത് സ്ഥിരമായിട്ട് വസിക്കുന്ന സ്വഭാവം അദ്ദേഹത്തിനില്ലായിരുന്നു. അതായത് 15 പേരിൽ കൂടുതൽ, അദ്ദേഹത്തിന്റെ ഒരു നിഷ്ഠ അനുസരിച്ച് 15 പേരിൽ കൂടുതൽ സ്ഥിരമായിട്ട് വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ സ്ഥലം വിടാൻ സമയമായി എന്നാണ് അദ്ദേഹം കണക്കാക്കിയത്. അത്ര ചിന്താഗതിയായിരുന്നു അദ്ദേഹത്തിന്. അപ്പൊ ഒരിടത്ത് സ്ഥിരമായിട്ട് വസിക്കില്ല. 32 വയസ്സ് വരെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ 8 വയസ്സ് തൊട്ട് സഞ്ചാരം തുടങ്ങി. പിന്നെ ഒരു സ്ഥലത്തും സ്ഥിരമായിട്ട് അങ്ങനെ നിന്നിട്ടില്ല. ഗുരുവിന്റെ അടുത്ത് മാത്രമാണ് അടുപ്പിച്ച് 3 വർഷം നിന്നതായിട്ട് പറയുന്നത്. അപ്പം അതേപോലെ ഒരു ഭക്തൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ ഒരിടത്ത് മാത്രമേ ഇരിക്കുള്ളൂ. പിന്നെ നമുക്ക് ഈ കൊറോണ കാരണം പുറത്തേക്ക് അധികം സഞ്ചരിക്കാൻ പറ്റില്ല. സഞ്ചാര സ്വാതന്ത്ര്യം വരെ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതൊക്കെ പ്രകൃതിദത്തമായിട്ടുള്ള ഗതിവിഗതികളുടെ വ്യത്യാസം കൊണ്ട് ചിലപ്പോഴൊക്കെ അങ്ങനെയൊക്കെ സംഭവിക്കും. എന്നാലും ഭഗവാനിൽ ഉറച്ച മനസ്സോടുകൂടി ഭക്തരെ എവിടെയൊക്കെ ആവശ്യപ്പെടുന്നു അവിടെയൊക്കെ പോയിട്ട് സത്സംഗം നടത്തുക, ഇല്ലെങ്കിൽ നമ്മുടെ അറിവ് പറഞ്ഞു കൊടുക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ഭഗവാന്റെ ഭക്തന്റെ ലക്ഷണം തന്നെയാണ്. അപ്പൊ ഒരിടത്ത് ഞാൻ ഇവിടുന്ന് പോവില്ല, ഇവിടെ തന്നെ ഇരിക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ, നമ്മളിപ്പോ തീരെ നിവൃത്തിയില്ല, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല എന്നുള്ള അവസരത്തിൽ പോലും അത്യാവശ്യം വന്നാൽ എവിടെ വിളിച്ചാലും ഞാൻ പോകുന്ന, അതിന്റെ പ്രിക്കോഷനൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന രീതി എനിക്കിപ്പോഴും ഉണ്ട്. അപ്പൊ ഒരിടത്ത് എവിടെ ആവശ്യപ്പെടുന്ന കരയുന്ന കുട്ടിക്ക് പാല് കൊടുക്കുക എന്നൊരു സംവിധാനമുണ്ട്. അപ്പൊ അതനുസരിച്ചുകൊണ്ട് അതിനുള്ള പ്രിക്കോഷനൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവസംരക്ഷണം നടത്തിക്കൊണ്ട് തന്നെ നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യാൻ ഒരു പക്വത വരുത്തണം. കാരണം ഇത് സ്ഥിരമായിട്ടില്ലെങ്കിൽ ഈ മാറാം രോഗം എന്ന് പറയുന്ന പെട്ടെന്നൊന്നും മാറുന്ന ഒരു സംഗതിയൊന്നുമല്ല. കാരണം എത്രയൊക്കെ വാക്സിൻ വന്നാലും 1-2 വർഷം കൂടെ ഇതിന്റെ ഫീഡ്ബാക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതനുസരിച്ച് പ്രിക്കോഷൻ എടുത്തുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടായിരിക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ നിൽക്കണം എന്ന് നിർബന്ധം പിടിച്ചിരുന്നാൽ സാധിക്കില്ല എന്ന്. അപ്പൊ ഭക്തന്റെ ഒരു ലക്ഷണമാണ് സ്ഥിരവാസം ഇല്ലാത്തവനായിരിക്കണം, എന്നാൽ മനസ്സുകൊണ്ട് ഭഗവാനിൽ സ്ഥിരചിത്തനായിരിക്കുകയും വേണം. അപ്രകാരം പ്രവർത്തിക്കുന്ന ഭക്തനായ മനുഷ്യൻ എനിക്ക് ഏറ്റവും പ്രിയമുള്ളതാണ് എന്നുകൂടി ഭഗവാൻ എടുത്തു പറയുന്നു. അപ്പം യഥാർത്ഥ ഭക്തന്റെ ലക്ഷണങ്ങളാണ് 13ാമത്തെ ശ്ലോകം തൊട്ട് പറഞ്ഞത്. അത് നമ്മുടെ സ്വഭാവത്തിൽ ഉപയോഗിക്കണം. അതാണ് പ്രധാനപ്പെട്ട ധർമ്മം എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുകയാണ്. ഏതു ധർമ്യാമൃതമിതം യഥോക്തം പരിയുപാസതേ ശ്രദ്ധതാനാമത്പരമ ഭക്താസ്തീം അതീവമേ പ്രിയ. ഏതു ധർമ്യാമൃതമിതം യഥോക്തം പരിയുപാസതേ ശ്രദ്ധതാനാമത്പരമ ഭക്താസ്തീം അതീവമേ പ്രിയ. മേൽ വിവരിക്കപ്പെട്ട മോക്ഷസാധകമായ ധർമ്മത്തെ ശ്രദ്ധയോടുകൂടിയും എന്നെ പരമ ആശ്രയം എന്ന് കരുതിയും ആരാണോ അനുഷ്ഠിക്കുന്നത് ആ ഭക്തൻ എനിക്ക് അത്യന്തം പ്രിയപ്പെട്ടതാണ്. നമുക്ക് മനുഷ്യജന്മം കിട്ടിയിട്ട് നമുക്ക് മറ്റാരുടെയും പ്രീതിയും ഇല്ലെങ്കിൽ ഇഷ്ടവും അല്ല നേടേണ്ടതെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക. ഇനി കുടുംബ ബന്ധങ്ങളാണെങ്കിലും
ആത്മബന്ധം കൊണ്ടോ നക്ഷത്രബന്ധം കൊണ്ടോ രക്തബന്ധം കൊണ്ടോ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ ഉണ്ടെങ്കിലും വേണ്ടില്ല, ആത്യന്തികമായിട്ട് ശാശ്വതമായ സുഖം ലഭിക്കണം, സന്തോഷം ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഭഗവാന്റെ, നമ്മളെ സൃഷ്ടിച്ചു വിട്ട ഭഗവാന്റെ ആശ്രയം പ്രാപിക്കുകയും ഭഗവാനെ സന്തോഷിപ്പിക്കുകയും വേണം. ഭഗവാന്റെ ഏറ്റവും പ്രിയ പ്രസാദം നമുക്ക് ലഭിച്ചാൽ പിന്നെ ഒരു ദുഃഖങ്ങളും ഇല്ലാതെ മറ്റാരെ ആശ്രയിക്കാതെ അനായാസനെ ജീവിക്കാൻ, ആരൊക്കെ നമ്മളോട് ഇഷ്ടക്കേട് കാണിച്ചാലും വേണ്ടില്ല, നമ്മളെ കണ്ടാൽ പോലും സന്തോഷിക്കാത്തവരുണ്ടെങ്കിൽ പോലും ഭഗവാന്റെ പ്രീതി നേടാൻ സാധിക്കുന്ന ഭക്തനോളം ശ്രേഷ്ഠൻ മറ്റാരും ഈ മനുഷ്യജന്മത്തിൽ ഉണ്ടാകാനും പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഏതു ധർമ്മ്യാമൃതമിതം യഥോക്തം പരിഭാസത്തെ ശ്രദ്ധതാനാമത്പരമാന്ന് പറഞ്ഞ ഈ മേൽ വിവരിക്കപ്പെട്ട 13 ശ്ലോകത്തിലൂടെ ഭഗവാന്റെ പ്രീതി നേടാം. 13-ാമത്തെ ശ്ലോകം തൊട്ട് 20-ാമത്തെ ശ്ലോകം വരെ പറയുന്ന 8 ശ്ലോകങ്ങള് ഭക്തന്റെ ലക്ഷണം പറയുന്നുണ്ട്. എങ്ങനെയാണ് ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തനായിട്ട് മാറുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ പ്രീതി നേടുകയാണ് ധർമ്മം. ഭഗവാന്റെ പ്രീതി നേടുന്നതാണ് ഒരു മനുഷ്യന്റെ ധർമ്മം. അതില് അവരവരുടെ കർമ്മവാസനയും ജന്മവാസനയും സ്വഭാവവും അനുസരിച്ചുകൊണ്ട് തന്നെ ഭഗവാനെ പ്രീതിപ്പെടുത്താനുള്ള മാർഗവും ഭഗവാൻ ഈ അധ്യായത്തിൽ തന്നെ വ്യക്തോപാസനയിൽ ഏത് തരത്തിലുള്ള ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ സ്വഭാവത്താൽ ഏത് തരത്തിൽ ഏത് കുലത്തിൽ ജനിച്ചാലും വേണ്ടില്ല, ഏത് ജാതി മതങ്ങളിൽപ്പെട്ടവനായാലും വേണ്ടില്ല, ഭഗവാനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ് മനുഷ്യന്റെ ധർമ്മം. ആ ധർമ്മത്തെ ശ്രദ്ധയോടുകൂടി ആ ഈശ്വരൻ ഏത് സങ്കല്പത്തെ നിങ്ങൾ വിശ്വസിച്ചാലും വേണ്ടില്ല, ആ ഈശ്വര സങ്കല്പത്തെ പരമ ആശ്രയമായി കരുതി ആരാണോ അനുഷ്ഠിക്കുന്നത് കൃത്യമായിട്ട് ആചാരാനുഷ്ഠാനങ്ങളിലൂടെ ഭഗവാനെ ഉപാസിക്കുന്നത്, ആ ഭക്തനെ പോലും പ്രിയനായിട്ട് ഈ ലോകത്തിൽ മറ്റാരും ഭഗവാൻ ഉണ്ടാകില്ലെന്നാണ് പറഞ്ഞത്. അപ്പൊ മനുഷ്യജന്മത്തിന്റെ ഉദ്ദേശ ലക്ഷ്യം പരമമായ ഭക്തി ഉണ്ടാക്കി ഭഗവാനിൽ പ്രീതി നേടുക എന്നുള്ളതാണ്. ആ പ്രീതി നേടിക്കൊണ്ട് വേണം അവരവരുടെ കർത്തവ്യ കർമ്മങ്ങളെ, മനുഷ്യജന്മത്തിന്റെ ശ്രേഷ്ഠത അനുസരിച്ചുള്ള ആ കർത്തവ്യ കർമ്മങ്ങളെ പൂർത്തീകരിക്കാൻ എന്നർത്ഥം. അതിന് ഉദാഹരണ സഹിതം ഭഗവാൻ പറയുന്നുണ്ട്. ജന്മ കർമ്മജമേ ദിവ്യം ഏവം യോ വേത്തി തത്വതാ തെക്വാ ദേഹം പുനർജന്മനൈതി മാമേതി സോ അർജുന. 125 വയസ്സ് വരെ ജീവിച്ച് ഈ ധർമ്മത്തെ അനുസരിച്ച് കാണിച്ചു തന്ന ഒരു ശ്രേഷ്ഠമായ പൂർണ്ണ മനുഷ്യന്റെ അവതാരമായിരുന്നു ഭഗവാൻ. അപ്പൊ ഭഗവാന്റെ അവതാരം തന്നെ ദിവ്യമായ ജന്മം എന്ന് പറഞ്ഞാൽ തന്നെ ഉദ്ദേശം എന്താ? യഥാർത്ഥ മനുഷ്യന്റെ സ്വരൂപത്തെ കാണിച്ചു തന്നവൻ എന്നർത്ഥം. അപ്പൊ ഭഗവാൻ ചെയ്ത കർമ്മങ്ങളെ പറ്റി ഇവിടെ വിശദീകരിക്കും. ജനിച്ചപ്പോൾ തൊട്ട് ഏതൊക്കെ തരത്തിലുള്ള ആസുരി ഭാവത്താൽ ഇതിനെയൊക്കെ ജയിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. 4 പേരെ ഭഗവാൻ നേരിട്ട് വധിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാവരും അവരവരുടെ കർമ്മത്തിന്റെ ഗതി കൊണ്ട് അവരൊക്കെ ശരീരം ത്യജിച്ച് പോകേണ്ടതായിട്ട് വന്നതും ഭഗവാന്റെ സാന്നിധ്യത്തിൽ തന്നെ പലതും ഒരു യുദ്ധം തന്നെ നടന്നിട്ട് അവിടെ 5 പേരൊഴിച്ച് ബാക്കിയുള്ളവരെല്ലാം നശിക്കാനിടവന്നു ആ യുദ്ധത്തിൽ പങ്കെടുത്തത്. അപ്പം ഇവിടെയൊക്കെ ആ പഞ്ചേന്ദ്രിയ ശക്തിയും സിക്സ് സെൻസ് ആകുന്ന മനുഷ്യന്റെ ആ ശക്തിയുമാണ് എല്ലാ കാലത്തും ബാക്കി നിൽക്കുന്നത് എന്നതാണ് മനുഷ്യജന്മത്തിന്റെ ശ്രേഷ്ഠത. അപ്പൊ ശ്രദ്ധയോടുകൂടി മനുഷ്യധർമ്മം, കുലധർമ്മം എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് അത് യഥാവിധി ആചാര അനുഷ്ഠാനങ്ങൾ ശ്രദ്ധയോടുകൂടി അനുസരിക്കുന്നതാണ് ഒരു മനുഷ്യന്റെ ധർമ്മം. അത് യഥാവിധി അനുസരിക്കുന്നവരെ ഭഗവാൻ അത്യന്തം പ്രിയമാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം തന്നെ അവസാനിപ്പിക്കുന്നത്. അപ്പം പരമമായ ധർമ്മം എന്താണ് എന്നൊക്കെ ധർമ്മപുത്ര ഭീഷ്മ പിതാമഹനോട് ചോദിച്ചതിന്റെ ഭരണഫലം 6 ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അതിന്റെ പരിണതഫലമായിട്ടാണ് മുഖ്യധർമ്മം അനുഷ്ഠിക്കുന്നതിന് ആവശ്യമായ ഒരു സ്തോത്രം തന്നെ നമുക്ക് ഭീഷ്മ പിതാമഹൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ബാക്കി ഒന്നും അറിയില്ലേലും വേണ്ടില്ല, വിഷ്ണു സഹസ്രനാമം പഠിച്ചിട്ട് അത് ഉപാസിച്ചാൽ തന്നെ ഭഗവാന്റെ പ്രീതി നേടാൻ സാധിക്കും. അത് തന്നെ മുഖ്യധർമ്മമാണ്. അതായത് ദിവസത്തിൽ നിങ്ങൾ ഏത് ജോലിക്ക് പോകുന്നവരായാലും വേണ്ടില്ല, ഏത് സ്വഭാവത്തോടെ ഏത് മതത്തിൽപ്പെട്ടവരായാലും വേണ്ടില്ല, ഈശ്വര ഉപാസന, ഇഷ്ടദേവതയെ ഉപാസിക്കുക എന്ന് പറഞ്ഞാൽ അവരവർക്ക് ഇഷ്ടമുള്ള ഈശ്വരനെ പൂജിക്കാം. ഏത് രൂപത്തിലോ നാമത്തിലോ ഏത് സങ്കല്പത്തിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള രൂപത്തിൽ നിത്യമായിട്ട് ഒരു ശക്തിയെ ഉപാസിക്കുക. അതൊരു നാമത്തിൽ തന്നെ നിത്യമായിട്ട് നിങ്ങൾക്ക് അത് ഉപാസിക്കാൻ സാധിച്ചാൽ അത് തന്നെയാണ്, ആ ശ്രദ്ധയോടെ ചെയ്യാൻ സാധിച്ചാൽ അത് തന്നെയാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ട്രഡീഷൻ അഥവാ മനുഷ്യ കുലധർമ്മം. അത് നേരെയായാൽ, അത് നിത്യമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളും പിന്നെ തനിയെ നേരെയാകാൻ തുടങ്ങും.
നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുന്നവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് ദുഃഖങ്ങൾ ഇല്ലാതെ ജീവിക്കാൻ സാധിക്കുന്നു. അനായാസന ജീവിക്കാൻ സാധിക്കുന്നു. മാത്രമല്ല, ജീവിതഘട്ടത്തിൽ പൂർവജന്മ വാസനാ ബലത്താൽ ഏതെങ്കിലും തരത്തിൽ ദുരിതവും ദുഃഖമോ ഒക്കെ വന്നാലും അതിനെ അനായാസേന തരണം ചെയ്യാൻ സാധിക്കും. അതല്ലേ നമുക്ക് വേണ്ടത്? അതിനു വേണ്ടിയിട്ടാണല്ലോ ഈ നെട്ടോട്ടം. എല്ലാവർക്കും വേണം സുഖം. സുഖം തേടിയിട്ടാണ് ഈ ഓട്ടം പാച്ചിലും മുഴുവൻ. എന്നാൽ എല്ലാവർക്കും സുഖം കിട്ടുന്നുണ്ടോ? ശാശ്വതമായ സുഖവും ശാന്തിയും അനുഭവിക്കുന്നുണ്ടോ? 99% ഈ പരിഭ്രാന്തരായിട്ട് ഓടി നടക്കുന്നതല്ലാതെ ഈ താപത്രയങ്ങളിൽ നിന്നും ബന്ധനത്രയങ്ങളിൽ നിന്നും ആരും രക്ഷപ്പെടുന്നില്ല. ഈ ഭക്തര് പോലും രക്ഷപ്പെടുന്നില്ല. പിന്നെ ഭക്തി ഇല്ലാത്തവരുടെ പറയണ്ടല്ലോ. കാരണം എന്താ? യഥാർത്ഥത്തിൽ എന്താണ് ഞാനുണ്ട് എന്ന് പറയുന്ന ആ ബോധമാണ് ആത്മബോധം. അത് ഉണർത്തിക്കൊണ്ട് ഈശ്വരന്റെ പ്രീതി നേടുന്നതല്ല. ഇത് ഈശ്വരന്റെ പ്രീതി നേടുക എന്ന് പറഞ്ഞാൽ എന്താ? അത് പോയിട്ട് മാർക്കറ്റിൽ പോയി മേടിച്ചുകൊണ്ട് വരുന്ന പോലെ മേടിച്ചുകൊണ്ട് വരേണ്ടതൊന്നും ആവശ്യമില്ല. ഈശ്വരൻ നിശ്ചയിച്ചിരിക്കുന്ന ഈ ശാസന വ്യവസ്ഥയുടെ അനുസരിച്ച് ആര് ജീവിതം നയിക്കുന്നുവോ അവരുടെ ഉള്ളിൽ ഭഗവാൻ അറിയാതെ തന്നെ അവർക്ക് പ്രീതി ഉണ്ടാക്കും. ഭഗവാനിൽ, ആ ഭക്തരിൽ, അത്തരത്തിലുള്ള മനുഷ്യരിൽ പ്രത്യേകമായിട്ട് അത്യന്തം പ്രിയനായിട്ട് അവൻ മാറും. പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അവൻ അനായാസന ജീവിതം സാധ്യമാകുക. സ്വയം ബുദ്ധിമുട്ടാതെയും അധികം പരിഭ്രമിക്കാതെയും ഒരു ശോകമുഖങ്ങളിലും പെടാതെ താപത്രയങ്ങളും ബന്ധനത്രയങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അതിനെയൊക്കെ അനായാസേന ഈ സംസാര ബന്ധനമാകുന്ന സംസാരമാകുന്ന കടലിൽ നിന്ന് അവന് രക്ഷപ്പെടാൻ സാധിക്കും. ഇല്ലെങ്കിൽ ഈ ഓടിപ്പാഞ്ഞ് നടക്കലും അവസാനം എങ്ങനെയെങ്കിലും മാരാരോഗം വന്നോ ഏതെങ്കിലും തരത്തിൽ ശരീരം ത്യജിക്കപ്പെടും. വീണ്ടും ഈ സംസാരത്തിൽ വന്ന് ചുറ്റിത്തിരിയേണ്ടതായിട്ട് വരും. എത്രയൊക്കെ ഇതൊന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞാലും നമ്മൾ വീണ്ടും ജനിക്കാൻ കാരണം ഈ ഈശ്വരൻ പറഞ്ഞിട്ടുള്ള ശാസന വ്യവസ്ഥയിൽ നമ്മൾ ജീവിക്കാത്തത് കൊണ്ട് തന്നെയാണ് വീണ്ടും ഈ സംസാരത്തിൽ ചുറ്റിത്തിരിയാനിട വരുന്നത്. അതുകൊണ്ട് അതില്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഭഗവാൻ പറഞ്ഞിട്ടുള്ള ഈ 8 ശ്ലോകങ്ങളിലൂടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഓർത്തുകൊണ്ട് നമുക്ക് ഈ അധ്യായം സമർപ്പിക്കാം. അതായത് 13ാമത്തെ ശ്ലോകം തൊട്ട് ഭഗവാന്റെ പ്രീതി നേടാനുള്ള വ്യവസ്ഥിതികൾ എടുത്തു പറയുന്നുണ്ട്. ഒരു ജീവിയോടും വിദ്വേഷമില്ലാത്തവനും എല്ലാറ്റിനോടും സ്നേഹവും കരുണയുള്ളവനും എന്റേതെന്ന വിചാരവും ഞാനെന്ന ഭാവവും ഇല്ലാത്തവനും സുഖദുഃഖങ്ങളെ തുല്യമായി കരുതുന്നവനും ക്ഷമാശീലനും സദാസന്തുഷ്ടനും ഏകാഗ്രചിത്തനും ആത്മനിയന്ത്രണവും നിശ്ചയദാർഢ്യവും മനസ്സും ബുദ്ധിയും എന്നിൽ ഭഗവാനിൽ ഉറപ്പിച്ചവനുമായ ഭക്തൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. മറ്റുള്ളവർക്ക് ഒരു തരത്തിലും അസ്വസ്ഥത ഉണ്ടാക്കാതിരിക്കുകയും മറ്റുള്ളവരാൽ അസ്വസ്ഥനാക്കപ്പെടാതിരിക്കുകയും സന്തോഷം, കോപം, ഭയം മുതലായ വിചാരങ്ങളിൽ അടിമയാകാതെ അതിൽ നിന്നെല്ലാം അതിനെയൊക്കെ നിയന്ത്രിച്ച് അതിൽ നിന്ന് മുക്തഭാവത്തിൽ ആര് വർത്തിക്കുന്നുവോ അത്തരത്തിലുള്ള മനുഷ്യനെ ഭഗവാൻ ഏറ്റവും പ്രിയമാണ്. പിന്നെയോ, ഇന്ദ്രിയ വിഷയങ്ങളിൽ ഒന്നിലും ആഗ്രഹമില്ലാത്തവനും അകത്തും പുറത്തും അന്ധകരണ ശുദ്ധി നേടിക്കൊണ്ട് തന്നെ എല്ലാ കർമ്മങ്ങളും കുശലതയോടുകൂടി ഉത്സാഹത്തോടുകൂടി പക്ഷപാതമില്ലാതെ ചെയ്യുന്നവനുമായിട്ടിരിക്കുന്ന ഭക്തൻ, നിർഭയനായിക്കൊണ്ട് എല്ലാ ഉദ്യമങ്ങളും പുതിയതായിട്ടൊന്നും തുടങ്ങാതെ അവരവരുടെ കർമ്മവാസനയൊക്കെ ശുദ്ധീകരിക്കുന്ന വിധത്തിൽ കർമ്മശുദ്ധി വരുത്തുന്ന ഭക്തൻ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. യാതൊരുവൻ ഇഷ്ടപ്രാപ്തിയിൽ സന്തോഷിക്കാതെയും അനിഷ്ടപ്രാപ്തിയിൽ ദേഷിക്കാതെയും മറ്റുള്ളതൊക്കെ കണ്ടിട്ട് കുറ്റവും പരാതിയും പറഞ്ഞ് നടക്കാതെ എന്തെങ്കിലും ഇഷ്ടകാര്യങ്ങൾ സാധിച്ചാൽ അതിൽ അമിതമായിട്ട് സന്തോഷിക്കാതെയും അനിഷ്ടം സംഭവിച്ചാൽ അതിൽ ദുഃഖിക്കാതെയും ഇരിക്കുന്ന യഥാർത്ഥ ഭക്തൻ, എൻ്റെ ഭക്തൻ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. പിന്നെ ശത്രുവിലും മിത്രത്തിലും അതുപോലെ മാനത്തിലും അപമാനത്തിലും സമഭാവനയുള്ളവനും തണുപ്പ്, ചൂട്, സുഖം, ദുഃഖം എന്നിവയിൽ സമചിത്തനായിരിക്കുന്നവനും ഒന്നിലും അമിതമായിട്ട് ആസക്തിയില്ലാത്തവനും മമതാബന്ധമില്ലാത്തവനും നിന്നയും സ്തുതിയും തുല്യമായി കരുതുന്നവനും മനനശീലമുള്ളവനും കിട്ടുന്നതുകൊണ്ട് സന്തുഷ്ടനായിരിക്കുന്നവനും ഒരിടത്തും സ്ഥിരവാസമില്ലാത്തവനും എന്നാൽ ഭഗവാനിൽ സ്ഥിരചിത്തനുമായിരിക്കുന്ന മനുഷ്യൻ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവനാകും. ഈ പറഞ്ഞ ധർമ്മത്തെ ഏതു ധർമ്മ്യാമൃതമിതം യഥോക്തം പരിഭാസതയെ സത്തദാനാമത് പരമഭക്താസ്തേം അതീവമേ പ്രിയ. മേൽ വിവരിക്കപ്പെട്ട മോക്ഷസാധകമായ ധർമ്മത്തെ സത്യയോടുകൂടിയും എന്നെ തന്നെ പരമം ആശ്രയമെന്ന് കരുതി ആരാണോ മനുഷ്യ കുലധർമ്മം കൃത്യമായിട്ട് അനുഷ്ഠിക്കുന്നത് ആ ഭക്തൻ എനിക്ക് അത്യന്തം പ്രിയപ്പെട്ടവനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം തന്നെ ഭഗവാൻ
പൂർണ്ണമാക്കുന്നത്. അപ്പൊ ഇത്തരത്തിലൊരു ഭക്തനാകുക, അതിനു വേണ്ടിയിട്ട് 3-4 മാർഗം ഇതിനു മുമ്പ് പറഞ്ഞു. അതിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് പറഞ്ഞത് സർവകർമ്മ ഫലത്യാഗമാണ് ഭഗവാന്റെ പ്രീതി നേടുവാൻ. ഭഗവാൻ തന്നെ ആ വാമനനായിട്ട് അവതാരമെടുത്ത് മഹാബലിയെ അനുഗ്രഹിക്കുന്ന സമയത്ത് പറഞ്ഞത് എന്താ? ഞാനൊരു ഭക്തനെ അനുഗ്രഹിക്കാൻ തീരുമാനിച്ചാൽ അവന്റെ എല്ലാവിധ ഭൗതിക ഐശ്വര്യങ്ങളെയും എടുത്തു മാറ്റും. അവന് കൊടുക്കാവുന്ന അത്രയും ക്ലേശങ്ങൾ കൊടുത്തു എന്നിരിക്കും ഭക്തിമാർഗത്തിൽ തന്നെ. ആ പലതരത്തിലുള്ള ക്ലേശങ്ങൾ ഉണ്ടായാലും എന്നിട്ടും ഭഗവാനെ വിടാതെ സ്ഥിരചിത്തനായിക്കൊണ്ട് ആരാണോ ഈ പറയുന്ന ശാസന വ്യവസ്ഥയെ അനുസരിക്കുന്നത്, അവൻ അത്യന്തം പ്രിയമുള്ളവനായിട്ട് മാറുമ്പോൾ, ഭഗവാന്റെ ഏറ്റവും അത്യന്തം പ്രിയനായിട്ടുള്ളവരായിട്ട് മാറുമ്പോഴാണ് ഭഗവാന്റെ തലത്തിലേക്ക് അവനെ ഉയർത്തുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് ഒരു മനുഷ്യന് ഉയരാൻ സാധിക്കണം. അത് ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കാം. ഇത് ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ ഭക്തിയോഗോ നാമ ദ്വാദശാധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര. ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശാന്തി ശാന്തി ശാന്തി.